Hello everyone, Dr. Manjula here. ഇന്ന് നമുക്ക് ഫുൾ സിലബസിന്റെ വേറെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു എറിക്സൺസ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജ് ഫോർ പ്രീ സ്കൂളേഴ്സ് ദാറ്റ് ഇസ് ടേംഡ് ആസ്. സോ എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റിന്റെ തിയറി പറയുന്നത് എന്താണ്? പ്രീ സ്കൂളേഴ്സിന്റെ സ്റ്റേജിനെ പറ്റി എന്താണ് പറയുന്നത്? ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, initiative versus guilt, industry versus inferiority, trust versus mistrust. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ആണ്. അപ്പോൾ എറിക്സൺസ് സൈക്കോസോഷ്യൽ തിയറിയിൽ 3 years to 6 years വരെയാണ് ഈ സ്റ്റേജ്, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ആ ഏജ് ഗ്രൂപ്പിന് നമ്മൾ പ്രീ സ്കൂൾ ഏജ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികൾ they will start asserting power and control through direct play and social interaction. അപ്പോൾ ഇത് നമ്മൾ എൻകറേജ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഇനിഷ്യേറ്റീവ്നെസ്. അവർ തന്നെ സ്വയമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടെല്ലാം ചെയ്യാൻ തുടങ്ങും. അതല്ലെങ്കിൽ എന്താ പറ്റും, നമ്മൾ ആ സമയത്ത് അവരെ ഡിസ്കറേജ് ചെയ്ത് എടാ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ it will end up in guilt. So preschoolers take initiative by develop initiative by taking responsibilities and making decisions. So അതിനെ നമ്മൾ എൻകറേജ് ചെയ്തില്ലെങ്കിൽ ഗിൽറ്റ് ആയിട്ട് അത് മാറും. അപ്പോൾ എറിക്സന്റെ മറ്റ് സ്റ്റേജസ്, മറ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ കുറിച്ച് എന്താണ് പറയുന്നത്? 0 to 1 year ഇൻഫൻസി സ്റ്റേജിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 to 3 years ടോട്ടലിൽ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. 3 to 6 years പ്രീ സ്കൂൾ നമ്മളിപ്പോൾ കണ്ടു, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. 6 to 12 years സ്കൂൾ ഏജിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. 12 to 18 years അഡോളസൻസിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. 18 to 40 years യങ് അഡൽഹുഡ്, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. സോ ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. ദെൻ 40 to 65 years മിഡിൽ അഡൽഹുഡ്, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. 65 മുകളിലാണെങ്കിൽ ലേറ്റ് അഡൽഹുഡ് എന്ന് പറയുന്നത് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ഇതാണ് ആ ഒരു സൈക്കോസോഷ്യൽ കോൺഫ്ലിക്ട്സ് ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടും എറിക്സൺ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, കാലറി പെർ ml ഫോർ ഹൈ എനർജി മിൽക്ക് ഇൻ ന്യൂട്രീഷണൽ മാനേജ്മെന്റ് ഓഫ് PEM ഇസ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ ഹൈ എനർജി മിൽക്ക്. ഹൈ എനർജി മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 100 ml മിൽക്ക് എടുത്തിട്ട് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത്, ഒരു ടേബിൾ സ്പൂൺ, ഹാഫ് ടേബിൾ സ്പൂൺ ഓഫ് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ എനർജി മിൽക്കായി. അതിൻ്റെ കാലറി എത്രയാണ്? 25, 50, 100, 150. ഓക്കെ, സോ ഇറ്റ് ഈസ് 100 ml 100 calories ആണിത്. കാരണം അതൊരു എനർജി ഡെൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അംഗൻവാടിയിലും പിന്നെ കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ പ്രോഗ്രാംസിലും ഒക്കെ മാൽനറിഷ്ഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. 100 ml 100 kilocalories ആണ്. അടുത്തത്, ക്യാരക്ടറിസ്റ്റിക് സാൻഡ് ലൈക്ക് ലീഷൻ ഓൺ ദ ബക്കൽ മ്യൂക്കോസ ഇൻ മീസിൽസ്, ബൈറ്റ് ഔട്ട് സ്പോട്ട്, കോപ്ലിക് സ്പോട്ട്, ജിഞ്ചിവൈറ്റിസ്, ലൂക്കോപ്ലിക്കിയ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇച്ചിരി ഒരു 3-4 വർഷം മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് കേട്ടോ. സോ കോപ്ലിക് സ്പോട്ട്, ദേ ആർ സ്മോൾ, കണ്ട മണ്ണ് പോലെ ഇങ്ങനെ ചെറിയ ബ്ലൂയിഷ് വൈറ്റ് സ്പോട്ട്സ് ആണ് ബക്കൽ മ്യൂക്കോസയിൽ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് 2 to 3 days ബിഫോർ ദ മീസൽസ് റാഷ്. നിങ്ങൾക്ക് മീസൽസ് എല്ലാവർക്കും ആ റാഷ് ഒക്കെ കണ്ട് പരിചയം കാണും, പക്ഷെ അത് വരുന്നതിന് മുന്നേ തന്നെ 2-3 ദിവസം മുന്നേ തന്നെ ഈ കോപ്ലിക് സ്പോട്ട്സ് വരും. ദർ ഓൾസോ കോൾഡ് ആസ് ഗ്രെയിൻസ് ഓഫ് സാൻഡ് അപ്പിയറൻസ് ആൻഡ് ഇസ് ദ ഏർലി ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് മീസൽസ്. Now, a child can draw a complete triangle at the age of 2 years, 3, 4, 5. ഇങ്ങനെ വരയ്ക്കാൻ ഏത് ഏജിലാണ് പറ്റുന്നതെന്ന്? 5 years. ഓക്കെ, സർക്കിൾ ഒക്കെ 3 years വരയ്ക്കാൻ പറ്റും. ക്രോസ്, സ്ക്വയർ ഒക്കെ ഇങ്ങനെ 4 years വരയ്ക്കാൻ പറ്റും. ട്രയാങ്കിൾ 5 years. ഓക്കെ, സർക്കിൾ 3 years. നല്ല എളുപ്പമല്ലേ സർക്കിൾ വരയ്ക്കാൻ? അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കാനാണ് കുറച്ചും കൂടെ പാട്, ബിക്കോസ് ഇറ്റ് റിക്വയർസ് മോർ റിഫൈൻഡ് മോട്ടോർ സ്കിൽസ് ആൻഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇത് വരയ്ക്കണമെങ്കിൽ. അത് ദാറ്റ് വിൽ ബി അച്ചീവ്ഡ് ഓൺലി ബൈ 5 years of age. അടുത്ത, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് സീൻ ഇൻ മരാസ്മസ് ബട്ട് നോട്ട് ഇൻ ക്വാഷിയോർക്കർ? എഡിമ, ഫാറ്റി ചേഞ്ചസ് ഇൻ ലിവർ, ഗുഡ് അപ്പറ്റൈറ്റ്, അനീമിയ. മരാസ്മസിൽ ഗുഡ് അപ്പറ്റൈറ്റ് ആണ്. ഓക്കെ, മരാസ്മസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്. ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. ഇത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും.
എഡിമ ഒക്കെ ക്വാഷിയോർക്കറിലാണ് കാണുന്നത്, മരാസ്മസിലല്ല. ഫാറ്റി ചേഞ്ചസ് ഇൻ ലിവർ ഇസ് അഗെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്വാഷിയോർക്കർ ഡ്യൂ ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി വിച്ച് അഫക്ട്സ് ദ ലിപ്പോപ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ അതുകൊണ്ട് ഫാറ്റി ചേഞ്ചസ് ലിവറിൽ കാണും. അതുപോലെ ഗുഡ് അപ്പറ്റൈറ്റ് ആണെങ്കിൽ മരാസ്മസിലാണ് കാണുന്നത്, നോട്ട് ഇൻ ക്വാഷിയോർക്കർ. അനീമിയ ബോത്ത് കണ്ടീഷൻസിലും കാണും, കാരണം ഇത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്വാഷിയോർക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്, അതുകൊണ്ട് അവിടെ എഡിമ, ഫാറ്റി ലിവർ ചേഞ്ചസ്, സ്കിൻ ചേഞ്ചസ്, പുവർ അപ്പറ്റൈറ്റ് ആൻഡ് ലെഥാർജി. മരാസ്മസിലാണെങ്കിൽ സിവിയർ എനർജി ഡെഫിഷ്യൻസിയാണ്. ചൈൽഡ് അപ്പിയേഴ്സ് ഇമാഷിയേറ്റഡ്, സ്കിൻ ആൻഡ് ബോൺസ് അലേർട്ട് ബട്ട് വിത്ത് ഗുഡ് അപ്പറ്റൈറ്റ്. ഓക്കെ, സോ മരാസ്മസ് ആണെങ്കിൽ കൊച്ച് മെലിഞ്ഞാണ് ഇരിക്കുന്നത്, മരാസ്മസിൽ മെലിഞ്ഞിരിക്കും, തിന്നാൻ ഇമാഷിയേറ്റ്. മറ്റേതിലാണെങ്കിൽ ഇച്ചിരി ഗുണ്ടുമണി ലുക്ക് ഉണ്ടാവും ബിക്കോസ് ഓഫ് ദി എഡിമ. ഓക്കെ, next one, the cranial suture found between two parietal bones is frontal, coronal, sagittal, lamboid. So ഈ പിക്ചറിൽ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. രണ്ട് ഫ്രോണ്ടൽ ബോൺസിൻ്റെ ഇടയിലുള്ളതിന് ഫ്രോണ്ടൽ സ്യൂച്ചർ എന്ന് പറയും. പിന്നെ കൊറോണൽ സ്യൂച്ചർ ദാ ബിറ്റ്വീൻ ദ ഫ്രോണ്ടലും പരൈറ്റൽ ബോണിൻ്റെ ഇടയിലുള്ളതാണ് കൊറോണൽ സ്യൂച്ചർ. പിന്നെ എന്താ ലാംബോയിഡൽ സ്യൂച്ചർ എന്ന് പറയുന്നത് ഓക്സിപിറ്റൽ ബോണിൻ്റെ പരൈറ്റൽ ബോണിൻ്റെ ഇടയിലുള്ളതാണ് ലാംബോയിഡൽ സ്യൂച്ചർ. സജൈറ്റൽ സ്യൂച്ചർ എന്ന് പറയുന്നത് രണ്ട് പരൈറ്റൽ ബോൺസിൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പിക്ചർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. പാസ്ചറൈസ്ഡ് culture negative human milk can be preserved in human milk bank for a period of 2 to 4 months, 4 to 6 months, 6 to 8 months, 8 to 10 months. അപ്പോൾ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള കൾച്ചർ നെഗറ്റീവ് എന്ന് വെച്ചാൽ ബാക്ടീരിയ ഒന്നും ഇല്ലാത്ത ഹ്യൂമൻ മിൽക്കിന് നിങ്ങൾക്ക് എങ്ങനെ എത്ര കാലം പ്രിസർവ് ചെയ്യാം മിൽക്ക് ബാങ്കിൽ. അപ്പോൾ പാസ്ചറൈസ്ഡ് ഡോണർ ഹ്യൂമൻ മിൽക്കിനെ, ദാറ്റ് ഇസ് കൾച്ചർ നെഗറ്റീവ്, ക്യാൻ ബി സ്റ്റോർഡ് അറ്റ് -20 degree ഡീപ് ഫ്രീസേഴ്സ് ഫോർ അപ് ടു 4 to 6 months സേഫ്ലി. ആഫ്റ്റർ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറ്റുക, അതിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് ഒക്കെ കുറയും, ഡീഗ്രേഡ് ചെയ്യും. അതുകൊണ്ട് 4 to 6 months ആണ് മാക്സിമം. ഓക്കെ, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? -20 ഡിഗ്രിയിൽ ഡീപ്പ് ഫ്രീസറിലാണ്. നമ്മുടെ കോവിഡ് വാക്സിനൊക്കെ സ്റ്റോർ ചെയ്യായിരുന്നല്ലോ, ഏതാ ഫൈസർ വാക്സിൻ, അത് നമ്മളിങ്ങനെയാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നതല്ലോ, -20 ഡിഗ്രിയിൽ. കോളിക്കി പെയിൻ, vomiting, red currant jelly stools and palpable lump per abdomen are diagnostic features of hernia and triangulation, intestinal atresia, stricture or stenosis of intestine, intussusception. അപ്പോൾ ഇവിടെ പെയിൻ ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ട്, റെഡ് കറന്റ് ജെല്ലി സ്റ്റൂൾസ് ആണ്, പിന്നെ അബ്ഡോമിനിൽ പാൽപ്പബിൾ ആയിട്ടുള്ള ഒരു ലംബം ഉണ്ട്. ഇത് എന്ത് കണ്ടീഷൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ ആണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് intussusception. Intussusception എന്ന് പറഞ്ഞാൽ എന്താ? ടെലിസ്കോപ്പിംഗ് ഓഫ് ദി ഇൻഡസ്റ്റൈൻ അല്ലേ, ഇൻഡസ്റ്റൈനൽ ടെലിസ്കോപ്പിംഗ് ആണ്. സിംറ്റംസ് എന്ന് പറയുന്നത് കോളിക്കി അബ്ഡോമിനൽ പെയിൻ ആണ്. കോളിക്കി, ദാറ്റ് വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വോമിറ്റിംഗ്, അതുപോലെ റെഡ് കറന്റ് ജെല്ലി. ആ റെഡ് കറന്റ് ജെല്ലി എന്തുകൊണ്ടാണ്? ബ്ലഡും മ്യൂക്കസിൻ്റെയും മിക്സ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അബ്ഡോമിനിൽ ഒരു സോസേജ് ഷേപ്ഡ് പാൽപ്പബിൾ മാസ്, ഇങ്ങനത്തെ ഒരു പാൽപ്പബിൾ മാസും കിട്ടും. അടുത്തത്, ഡോസ് ഓഫ് prednisolone for a child with nephrotic syndrome in the absence of hypertension azotemia is 2 mg, 4 mg, 6 mg, 8 mg per kg body weight. അപ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോമിൽ prednisolone കൊടുക്കുന്നത്, അതിൻ്റെ ഡോസാണ് ചോദിച്ചിട്ടുള്ളത്, 2 mg per kg body weight. Okay, that is usually given maximum 60 mg per day and it's usually given as a single dose for 4 to 6 weeks. Then prednisolone എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ it should be tapered. So what is the advantage of giving prednisolone? ഇത് ആ പ്രോട്ടീൻ ലീക്ക് തടയും, അതുപോലെ തന്നെ റെമിഷൻസും തടയും. So this reduces the protein leak or proteinuria. അടുത്ത ചോദ്യം, cognitive development stage of an 8-year-old child according to Jean Piaget is pre-operational, formal operational, concrete operational, pre-conventional. So the answer is concrete operational. അപ്പം പിയാഷയുടെ തിയറിയിൽ ഈ 7 to 10 years they fall into concrete operational stage. ആ സമയത്ത് അവർക്ക് they can think logically about concrete events. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേന പെൻസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത്
മനസ്സിലാവും. അതേസമയം ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് അവർക്ക് ഉണ്ടാവില്ല ആ സമയത്ത്. സോ പിയാഷെയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഇങ്ങനെയാണ്. ആദ്യം തന്നെ തുടങ്ങുന്നത് സെൻസോറി മോട്ടറാണ്. 2 years വരെ അതുണ്ടാവും. സെൻസേഴ്സും ഡെവലപ്പ് ആവും, മോട്ടോർ മൂവ്മെൻറ്റും ഡെവലപ്പ് ആവും. പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 to 7 years ആണ്. അവിടെ എന്താണ്, ഈഗോസെൻട്രിക് തിങ്കിങ് ആണ്. ലൈക്ക് ദേ യൂസ് സിംബൽസ് ആൻഡ് ഓൾ ടു പ്ലേ. ലോജിക് ഇല്ല, ഭയങ്കര ഞാൻ 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 എന്നുള്ള ഭാവം മാത്രം. എൻ്റെ, എനിക്ക്, മോൻ്റെ, എനിക്ക് തരൂ, ഇങ്ങനെ എൻ്റെ സാധനം, അമ്മ പോയി പിടിച്ചു കഴിഞ്ഞാൽ അമ്മ എൻ്റേത്, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഈഗോസെൻട്രിക് തിങ്കിങ് ആണ്. ആൻഡ് ദർ ഇസ് നോ ലോജിക്. ഇനി 7 to 11 yearsൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ലോജിക്കൽ തിങ്കിങ് ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും, കോൺക്രീറ്റ് ഇവൻറ്റ്സ് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവും. ഫോർമൽ ഓപ്പറേഷനിൽ നിന്ന് 12+ years, അപ്പോഴാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ ഡെവലപ്പ്. ലൈക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹൈപ്പോത്തസിസ് ഒക്കെ, മീൻസ് റീസണിങ് ഒക്കെ ആ സമയത്ത് അവർക്ക് ഡെവലപ്പ് ആവും. In fetal distress, amniotic fluid becomes golden color, meconium stained, dark brown, yellow color. ഇപ്പോൾ ഫീറ്റൽ ഡിസ്ട്രസ്സിൽ മെക്കോണിയം സ്റ്റെയിൻഡ് ആണ് amniotic fluid. കാരണം ഫീറ്റൽ ഡിസ്ട്രസ് വരുമ്പോൾ there is hypoxia and that will cause it will stimulate the fetal intestinal peristalsis and relaxation of the anal sphincter. അപ്പം ഹൈപ്പോക്സിയ കാരണം ഇൻറ്റസ്റ്റൈൻ, ബേബിയുടെ ഇൻറ്റസ്റ്റൈൻ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂടുകയും ചെയ്യും. ഒപ്പം തന്നെ ഏനൽ സ്പിങ്ക്ടറിൻ്റെ ഡയലറ്റേഷൻ ഉണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റൂൾസ് പാസ് ചെയ്ത് പോകുന്നത്. സോ ഇഫ് they inhale this, they can develop meconium aspiration syndrome. ഗോൾഡൻ കളർ മെക്കോണിയം എപ്പോഴാണ് കാണുന്നത്? ഇത് പഠിച്ചോണേ, RH ഇൻകോമ്പാറ്റബിലിറ്റി ആണ്. ബിലിറൂബിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ആ ഗോൾഡൻ കളർ വരുന്നത്. മെക്കോണിയം സ്റ്റെയിൻ്റെ ഫീറ്റൽ ഡിസ്ട്രസ്സിൽ. ഡാർക്ക് ബ്രൗൺ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എപ്പോഴാണ് വരുന്നത്? ഓൾഡ് ബ്ലഡ്, പ്രസൻസ് ഓൾഡ് ബ്ലഡ്. അതല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഫീറ്റൽ ഡെത്തിലും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും. പിന്നെ യെല്ലോ കളർ ആണെങ്കിലോ, യെല്ലോ കളറും ബിലിറൂബിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ലൈക്ക് ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോണിലൊക്കെ ബിലിറൂബിൻ റിലീസ് ആവുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബിക്കംസ് യെല്ലോ ഇൻ കളർ. അടുത്ത ചോദ്യം, ഡ്രഗ് വിച്ച് ഇസ് നോട്ട് എ ടോക്കോലൈറ്റിക് ഏജൻറ്റ്, വെറപാമിൽ, റിട്രോഡ്രിൻ, ലെബറ്റലലോൾ, അറ്റോസിബാൻ, ഇതൊക്കെ ഇതിലേതാണ് ടോക്കോലൈറ്റിക് അല്ലാത്തത്? അപ്പോൾ എന്താണ് ടോക്കോലൈറ്റിക്? ഓക്കെ, ദ ആൻസർ ഇസ് ലെബറ്റലോൾ. ടോക്കോലൈറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ പ്രീ ടേം ഇൻട്രായൂട്രൈൻ കൺട്രാക്ഷൻ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിനാണ്. അപ്പോൾ ലെബറ്റലോൾ ബീറ്റാ ബ്ലോക്കറാണ്, ഹൈപ്പർ ടെൻഷൻ മാനേജ് ചെയ്യാൻ കൊടുക്കുന്നത്. അത് ടോക്കോലൈറ്റിക് അല്ല. മറ്റെല്ലാ ചോയ്സസും ടോക്കോലൈറ്റിക് ആണ്. വെറപാമിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്, ഇറ്റ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ്. റിട്രോഡിൻ ഇസ് അഗെയിൻ എ ബീറ്റാ 2 agonist which will that will prevent the uterine muscle relaxation. Labetalol is not a tocolytic. Then atosiban is a oxytocin receptor antagonist which again will delay the preterm labor. Okay. അടുത്തത്, early amniocentesis can be carried out at 12 to 14 weeks, 5 to 10 weeks, 20 to 24 weeks, none of the above. Early amniocentesis ആണ്. Early amniocentesis എന്ന് പറയുന്നത് 12 to 14 weeksലാണ്. മറ്റേത് 15 to 20 weeksലാണ് സ്റ്റാൻഡേർഡ് amniocentesis ചെയ്യുന്നത്. അപ്പോൾ എന്താണ് amniocentesis ചെയ്യുന്നത്? നമ്മളൊരു ചെറിയ എമൗണ്ട് ഓഫ് amniotic fluid വിഡ്രോ ചെയ്യുന്നു. എന്തിനാ? ജനറ്റിക് ടെസ്റ്റിംഗ്, ഫീറ്റൽ ഇൻഫെക്ഷൻ, ലങ് മെച്യൂരിറ്റി, ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇഫക്റ്റീവ് ഇൻ ഡിറ്റക്ടിങ് ഓപ്പൺ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഇൻ പ്രഗ്നൻസി? അൾട്രാസൗണ്ട്. ഇതെന്താണ്? MSF. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഷോർട്ട് ഫോംസ് ആക്ച്വലി ചോദിക്കാൻ പാടില്ല എന്നാണ്. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സെറ്റിംഗ് ക്വസ്റ്റ്യൻസ്, ബട്ട് സംടൈംസ് യു ക്യാൻ സീ ലൈക്ക് ദിസ്. Then chorionic, so you should be knowing what this means. Then chorionic villus sampling, chordocentesis. അപ്പോൾ maternal serum alpha beta protein ആണ് ഉത്തരം.
So that is elevated, which is checked between 16 to 18 weeks. അപ്പോൾ ഇത് എലിവേറ്റഡ് ആണെങ്കിൽ എന്താണ് കാണിക്കുന്നത്? അവിടെ ഓപ്പൺ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് കാണിക്കുന്നത്. ലൈക്ക് സ്പൈന ബൈഫിഡ പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഈ ആൽഫ ഫീറ്റോപ്രോട്ടീൻ, മെറ്റേണൽ ആൽഫ ഫീറ്റോപ്രോട്ടീൻ can be elevated. So it leaks into the amniotic fluid, and so you can easily check it. Okay, next question. When placenta completely covers the opening of the cervix, it is called as placenta previa, placenta accreta, placenta abruptio placenta, placenta percreta. The answer is placenta previa. It can cover, the placenta can cover partially or completely the opening of the cervix. ഇപ്പോൾ ആ cervixൻ്റെ ഓസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുമ്പോൾ നമ്മളതിനെ കംപ്ലീറ്റ് പ്ലാസെൻറ്റ പ്രിവിയ എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലീഡിങ് കോസ് ഓഫ് പെയിൻലെസ് തേർഡ് ട്രൈമസ്റ്റർ ബ്ലീഡിങ്. പ്ലാസെൻറ്റ പ്രിവിയ ഇസ് ദ ലീഡിങ് കോസ് ഓഫ് തേർഡ് ട്രൈമസ്റ്റർ ബ്ലീഡിങ്. അതും പെയിൻലെസ് ആണ്. പെയിൻലെസ് തേർഡ് ട്രൈമസ്റ്റർ ബ്ലീഡിങ്. മറ്റ് ചോയ്സസ് എന്തൊക്കെയായിരുന്നു? പ്ലാസെൻറ്റ അക്രീറ്റ. പ്ലാസെൻറ്റ അക്രീറ്റ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്ലാസെൻറ്റ ടു ദ മയോമെട്രിയം. യൂട്രസിൻ്റെ മയോമെട്രിയത്തിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്ലാസെൻറ്റ അക്രീറ്റ. അബ്രപ്ഷ്യോ പ്ലാസെൻറ്റ എന്ന് പറഞ്ഞാലോ പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് എ നോർമലി ഇംപ്ലാന്റഡ് പ്ലാസെൻറ്റ ആൻഡ് ദർ ഇസ് എ പെയിൻഫുൾ ബ്ലീഡിങ്. പിന്നെ അടുത്ത് എന്തായിരുന്നു? പ്ലാസെൻറ്റ പെർക്രീറ്റ. പ്ലാസെൻറ്റ പെർക്രീറ്റ എന്ന് പറഞ്ഞാൽ സിവിയർ ഫോം ഓഫ് പ്ലാസെൻറ്റ അക്രീറ്റ. കംപ്ലീറ്റ് യൂട്രൈൻ വോളും പെനിട്രേറ്റഡ് അകത്ത് പോയി പെനിട്രേറ്റ് ചെയ്ത് അള്ളി പിടിച്ചിരിക്കുന്നതാണ് പ്ലാസെൻറ്റ പെർക്രീറ്റ. അപ്പോൾ പ്ലാസെൻറ്റ അക്രീറ്റയും പെർക്രീറ്റയും ഒരുമിച്ച് പഠിക്കുക. പ്ലാസെൻറ്റ അക്രീറ്റ എന്ന് പറഞ്ഞാൽ മയോമെട്രിയം വരെ എത്തിയിട്ടുള്ളൂ. അതിലും ഡീപ്പായിട്ട് പോകുന്നതാണ് പെർക്രീറ്റ. ഓക്കെ, സോ പ്ലാസെൻറ്റ പ്രിവിയ ഈസ് ഡയഗ്നോസ്ഡ് യൂസിങ് അൾട്രാസൗണ്ട്. പിന്നെ ആ കേസസിൽ എപ്പോഴും സിസേറിയൻ ഡെലിവറി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ ഇത് ഞാൻ പറഞ്ഞു. പ്ലാസെൻറ്റ കംപ്ലീറ്റ് ആയിട്ടും സെർവിക്സിൻ്റെ ഓസിനെ കവർ ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് പ്ലാസെൻറ്റ പ്രിവിയ എന്ന് പറയും. പകുതിയേ ഉള്ളൂ അല്ലെങ്കിൽ പാർഷ്യലി കവർഡ് ആണെങ്കിൽ പാർഷ്യൽ എന്ന് പറയും. മാർജിനൽ ഓർ ലോ ലേയിങ് അങ്ങനെയുള്ള കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഈസ് നിയർ ടു ദ ഓസ് ബട്ട് ഇറ്റ് ഡസൻറ്റ് കവർ ദ ഓസ്. സെർവിക്കൽ ഓപ്പണിങ്ങിൻ്റെ തൊട്ട് അടുത്തായിട്ടുണ്ടാകും, പക്ഷെ അത് കവർ ചെയ്യത്തില്ല. അടുത്ത ചോദ്യം, ടെട്രോളജി ഓഫ് ഫാലറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദി ഡിഫക്ട്സ് എക്സെപ്റ്റ്. ഈ എക്സെപ്റ്റ്, നോട്ട്, ഇൻകറക്റ്റ് എന്നൊക്കെ ഉള്ള വാക്കുകളൊന്നും മിസ് ചെയ്യരുത് ക്വസ്റ്റ്യനിൽ നിന്ന്. പൾമിനറി സ്റ്റീനോസിസ്, VSD, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, ഓവർ റീഡിങ് ഓഫ് അയോർട്ട, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. അപ്പോൾ ആൻസർ PDA ആണ്, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ബാക്കിയെല്ലാം ടെട്രോളജി ഓഫ് ഫാലറ്റിലുള്ളതാണ്. എന്താണ് ടെട്രോളജി ഓഫ് ഫാലറ്റ്? ഇറ്റ്സ് എ സൈനോട്ടിക് കൺജന്റൽ ഹാർട്ട് ഡിസീസ് where you can see pulmonary stenosis, ventricular septal defect, overriding of aorta and right ventricular hypertrophy. ഈ 4 കണ്ടീഷനുമാണ് ടെട്രോളജി ഓഫ് ഫാലറ്റിൽ ഉണ്ടാവുക. ഓക്കെ, PDA എന്ന് പറഞ്ഞാൽ എന്താ? പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. when it is failing to close, we call it as patent ductus arteriosus. Then tetralogy of Fallot causes reduced oxygenation of the blood and you can see cyanosis. എസ്പെഷ്യലി എപ്പോഴാണ് ഈ സൈനോസിസ് പ്രോമിനൻ്റ് ആവുന്ന? കരയുമ്പോൾ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുമ്പോഴൊക്കെയാണ്. ആൻഡ് ടെറ്റ് സ്പെൽസ് എന്ന് പറയും. കൊച്ചു കരയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഹി ബിക്കംസ് കംപ്ലീറ്റ്ലി സൈനോസ്ഡ് ആൻഡ് ബ്രെത്ത്ലെസ്. ദറ്റ് ഈസ് കോൾഡ് ടെറ്റ് സ്പെൽസ്. ആൻഡ് സർജിക്കൽ റിപ്പയർ ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അടുത്തത്, ഇൻ അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി പ്രിൻസിപ്പിൾസ് ഇൻ കണ്ടക്ഷൻ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. അപ്പോൾ അസിസ്റ്റൻറ്റ് ബ്രീച്ച് ഡെലിവറി എങ്ങനെയാണ് ചെയ്യുന്നത്? നെവർ ടു റഷ്. ഓക്കെ, ഇവിടെയും എക്സെപ്റ്റ് എന്നുള്ള വാക്കുണ്ട്. നെവർ ടു റഷ്, നെവർ പുൾ ഫ്രം ബിലോ, ഓൾവേസ് കീപ് ഫീറ്റസ് വിത്ത് ബാക്ക് പോസ്റ്റീരിയർലി, കീപ് ദ ഫീറ്റസ് വിത്ത് ബാക്ക് ആൻറ്റീരിയർലി. ഇതിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? യു ഷുഡ് നെവർ കീപ് ദ ഫീറ്റസ് വിത്ത് ബാക്ക് പോസ്റ്റീരിയർലി. ബാക്കിയെല്ലാം കറക്റ്റാണ്. You should never rush, you should never pull from the below, and you should always keep the fetus with back anteriorly, not posteriorly. Okay, you should keep it towards the mother's abdomen because this is the easier position for the delivery of head and arms. അല്ലെങ്കിൽ കൈ കുടുങ്ങി പോകും അകത്ത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളെപ്പോഴും ആൻറ്റീരിയർലി എന്താ പറയുക പൊസിഷൻ ചെയ്യുന്നത്.
അടുത്തത് ഇൻ ഒക്കൾട്ട് പ്രൊലാപ്സ് വാട്ട് ഹാപ്പൻസ്? എന്താണ് ഒക്കൾട്ട് പ്രൊലാപ്സ്? The cord is slipped down below the presenting part. The cord is lying inside vagina or outside the vulva. Cord is placed by the side of the presenting part. None of the above. So occult prolapse. Occult എന്ന് പറഞ്ഞാൽ hidden എന്നാണല്ലോ അർത്ഥം. So the answer is C, that the cord is placed at the side of the presenting part. So cord, ഈ umbilical cord lies along the സൈഡ് ഓഫ് ദ പ്രസൻറ്റിങ് പാർട്ട്, ബട്ട് യു കനോട്ട് സീ ഇറ്റ്. അതുകൊണ്ടാണല്ലോ ആ ഒക്കൾട്ട് എന്നുള്ള വാക്ക് തന്നെ മീനിങ് എന്ന് പറയാൻ ഒളിച്ചിരിക്കുക. ഓക്കെ, ഒക്കൾട്ട് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രസൻറ്റിങ് പാർട്ട്, ഈ കോഡ് പ്രസൻറ്റിങ് പാർട്ടിൻ്റെ തലയുടെ അടുത്ത്, പ്രസൻറ്റിങ് പാർട്ടിൻ്റെ തലയുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ യു കനോട്ട് സീ ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. വെളിയിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒളിച്ചിരിക്കുക, അതിന് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? കൊച്ചിൻ്റെ തല ഇതിൻ്റെ ഇടയിലും കൂടെ ഇതങ്ങോട്ട് ഞെരുങ്ങിയിട്ട് ബ്ലഡ് ഫ്ലോ കോംപ്രമൈസ്ഡ് ആയിപ്പോവും. ഓക്കെ, എസ്പെഷ്യലി ഡ്യൂറിങ് ദി യൂട്രൈൻ കൺട്രാക്ഷൻസിൽ, ആ കംപ്രഷൻസിൽ ദർ വിൽ നോട്ട് ബി എനി പ്രോപ്പർ ബ്ലഡ് ഫ്ലോ. സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. വൈ? ബിക്കോസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് തന്നെ കാര്യം. നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് ഒക്കൾട്ടാണെന്ന്? ഒൺലി തിങ് ഇസ് യു ഹാവ് ടു ഒബ്സർവ് ദ ഫീറ്റൽ പൾസ്. ബ്രാഡികാർഡിയോ ഡീസലറേഷൻസ് സി ടി ജിയിൽ വരുവാണെങ്കിൽ, ടോക്കോഗ്രഫിയിൽ വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദർ ഇസ് എ പ്രോബ്ലം ഹിയർ, ഒക്കൾട്ട് പ്രൊലാപ്സ് ആണ്. അപ്പോൾ സോ ചെക്കിംഗ് ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. പിന്നെ കോഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോഡ് ഇങ്ങനെ എന്താ പറയുക, ബിലോഡ്, ഈ തലയുടെ താഴോട്ടായിട്ട് നമുക്ക് കോഡിനെ കാണാൻ പറ്റും. സോ ഇറ്റ് കംസ് ബിലോ ദ പ്രസൻറ്റിംഗ് പാർട്ട്, ബട്ട് ദ മെംബ്രെയിൻസ് ആർ ഇൻടാക്ട്. അമ്നിയോട്ടിക് മെംബ്രെയിൻ ഇസ് ഇൻടാക്ട്. ഇനി ഒവേർട്ട് പ്രൊലാപ്സ് ആണെങ്കിൽ, നമ്മൾ ഒക്കൾട്ട് പ്രൊലാപ്സ് പറഞ്ഞു. ഒവേർട്ട് ആണെങ്കിൽ എന്താ? നേരെ ഓപ്പോസിറ്റ്, കാണാൻ പറ്റും നമുക്ക്. സോ ദ കോഡ് ഇങ്ങനെ താഴോട്ട് വെളിയിലോട്ട് വരും, പ്രസൻറ്റിംഗ് പാർട്ട് ആഫ്റ്റർ ദ റപ്ചർ ഓഫ് മെംബ്രെയിൻ. ഓക്കെ, അതാണ് വ്യത്യാസം. കോഡ് പ്രസൻറ്റേഷനും ഒവേർട്ട് പ്രൊലാപ്സും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ. കോഡ് പ്രസൻറ്റേഷനിൽ നമ്മുടെ മെംബ്രെയിൻസ് ഇൻടാക്റ്റ് ആയിരിക്കും, പക്ഷേ ഒവേർട്ട് പ്രൊലാപ്സിൽ മെംബ്രെയിൻസ് വിൽ ബി ബ്രോക്കൺ. റപ്ചർ ഓഫ് ദ മെംബ്രെയിൻസ് കഴിഞ്ഞിട്ട് ഈ കോഡൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നു. നമുക്ക് വജൈന വഴി യു ക്യാൻ സീ ഇറ്റ് ത്രൂ ദ വജൈന. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒക്കൾട്ട് അംബിലിക്കൽ കോഡ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ല, ഒളിച്ചിരിക്കുവാണ് അംബിലിക്കൽ കോഡ്. പക്ഷെ പ്രോബ്ലം എന്താണ്? ഫീറ്റൽ ബ്രാഡിക്കാർഡി ഉണ്ടാക്കും, കൊച്ചങ്ങനെ മരിച്ചു പോകും പ്രോപ്പറായിട്ട് ഇൻ്റർവെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഓവേർട്ട് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമുക്ക് കാണാൻ പറ്റും, കോഡ് വെളിയിലേക്ക് കാണാനായിട്ട് പറ്റും. കോഡ് പ്രസൻറ്റേഷനിൽ നമുക്ക് കോഡ് വെളിയിൽ കാണാൻ പറ്റും. പക്ഷേ വ്യത്യാസം എന്താണ്? കോഡ് പ്രസൻറ്റേഷനിൽ മെംബ്രെയിൻസ് ഇൻടാക്റ്റ് ആണ്, ഓവേർട്ട് പ്രൊലാപ്സിൽ മെംബ്രെയിൻസ് റപ്ചേർഡ് ആണ്. അതാണ് വ്യത്യാസം. അടുത്ത ചോദ്യം, ഫീറ്റസ് എക്കാർഡിയക്കസ് occurs in monozygotic, dizygotic, both monozygotic and dizygotic twins and none of the above. അപ്പോൾ ഫീറ്റസ് എ കാർഡിയാക്കസ് എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആബ്സെൻ്റ് എന്നാണ് അർത്ഥം കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ എപ്പോഴും പേര് വിളിച്ചിട്ട് ടീച്ചർ എ എന്നിട്ട് വെക്കത്തില്ല ആബ്സെൻ്റ് ആയിട്ടുള്ളവർക്ക്. എ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഫീറ്റസ് എക്കാർഡിയക്കസ് എന്ന് പറഞ്ഞാൽ ഫീറ്റസിന് ഹാർട്ട് ഇല്ല എന്നാണ്. അത് ഏത് കണ്ടീഷനിലാണ്? മോണോസൈഗോട്ടിക് കോറിയോണിക് ട്വിൻസിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. ഇത് എന്താണ് സംഭവം? ട്വിൻസ് ഉണ്ട്, അതിൽ ഒരു ട്വിന്നിന് ഹാർട്ടില്ല, മറ്റേ ട്വിന്നിന് ഹാർട്ടുണ്ട്. അപ്പോൾ ഹാർട്ടുള്ള ട്വിൻ എന്ത് ചെയ്യും? പാവം മറ്റേതിന് പമ്പ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ രണ്ട് ശരീരത്തിനുള്ള കാര്യങ്ങൾ, ബ്ലഡ് പമ്പിങ് ഈ ഒരൊറ്റ ഹാർട്ട് വെച്ചിട്ട് നടക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താവും? ആ ഹാർട്ട് മതിയാവും അല്ലേ, പണി ചെയ്ത് മതിയാകുമ്പോൾ അത് ദാറ്റ് വിൽ ഗോ ഇൻ ടു ഹാർട്ട് ഫെയിലിയർ ആൻഡ് ദാറ്റ് ബേബി വിൽ ഓൾസോ ഡൈ. അപ്പോൾ ഒന്നിന് ഹാർട്ടില്ല, ആ കൊച്ച് എന്തായാലും മരിക്കാൻ പോവുക. പക്ഷേ ഹാർട്ടുള്ള മറ്റേ കൊച്ചെന്ത് ചെയ്യും? ഇതിനും കൂടെ പമ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല കൊച്ച്, ഹാർട്ടുള്ള കൊച്ചങ്ങ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഹാർട്ട് ഫെയിലായി പോകും. സോ ദിസ് ഹാപ്പൻസ് ഇൻ monozygotic monochorionic twins. Monozygotic identical twins are who share the same placenta. Okay. So ഇത് എങ്ങനെയാണ് പെർഫ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ abnormal vascular connections will develop. Connecting this ഹാർട്ടുള്ള കൊച്ചിനെ ഹാർട്ടില്ലാത്ത കൊച്ചുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് അവിടുന്ന്
സർക്കുലേഷൻ പൊയ്ക്കൊണ്ടേയിരിക്കും. സോ ഇപ്പം ഹാർട്ടുള്ള കൊച്ചിനെ നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് മോണിറ്ററിങ് ഈസ് എസെൻഷ്യൽ. സോ എന്ത് ചെയ്യും നമ്മൾ? റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ ലേസർ കൊയാഗുലേഷൻ, ഈ നേരത്തെ പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, അബ്നോർമൽ വാസ്കുലർ കണക്ഷനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എങ്ങനെ കട്ട് ചെയ്യും? റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ ലേസർ കൊയാഗുലേഷൻ വഴി അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഹാർട്ടുള്ള കൊച്ചിനെ സേവ് ചെയ്യാം. മറ്റേ കൊച്ച് എന്തായാലും തട്ടിപ്പോവും. സോ ദിസ് ഈസ് ദ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, how much is the maximum ml of solution that can be absorbed by a well-developed deltoid muscle? Very direct, very easy question. 1 ml, 0.5, 1.5 to. ഇത് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യണ്ടല്ലോ. 1 ml. ഓക്കെ. ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷൻസ് എപ്പോഴും മസിലിൻ്റെ സൈസും ഏജ് ഓഫ് ദി പേഷ്യൻറ്റും വോളിയം ഓഫ് ദി മെഡിസിൻ ടു ബി ഇഞ്ചെക്റ്റഡും അങ്ങ് കണക്കാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റോയിഡ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ വാക്സിനേഷൻസ് ലൈക്ക് ടെറ്റനസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. ലാർജ് വോളിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മസിൽ ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് അല്ലെങ്കിൽ വാസ്റ്റസ് ലാറ്ററാലിസ്. സോ യെസ്. നെക്സ്റ്റ് വൺ, type of bandage used to cover the distal part of the body. Spiral turns, spiral reverse, recurrent turns, circular turns. Distal part of the body ആണ്. recurrent turns ആണ്. recurrent turns ആണ് എപ്പോഴും irregular shaped body partsനെയൊക്കെ നമ്മൾ ലൈക്ക് തല, പിന്നെ ആംപ്യൂട്ടേറ്റഡ് സ്റ്റംപ്, ഫിംഗേഴ്സ്, ടോയ്സ്, ഇതുപോലെയൊക്കെയുള്ള ഏരിയാസ് കവർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന recurrent bandage turns ആണ്. മറ്റേതൊക്കെ എന്താണ്? സ്പൈറൽ ടേൺസ് എന്ന് പറയുന്നത് യൂണിഫോം ബോഡി പാർട്ടിൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഫോറാമോ തയ്യോ ഒക്കെ ഒരുപോലെ ഇരിക്കുന്ന ഇത് സ്പൈറൽ ടേൺസ് ആണ്. ഒരുപോലെ ഇരിക്കുന്ന ബോഡി പാർട്ടിൽ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്പൈറൽ ടേൺസ്. റിവേഴ്സ് സ്പൈറലാണ് ഇത്. റിവേഴ്സ് സ്പൈറൽ എന്ന് പറഞ്ഞാൽ കോണിക്കൽ ഏരിയാസ്, നമ്മുടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കോണിക്കലായിട്ടുള്ള ഏരിയ, ലെഗ്, കാലിലുള്ള ആ ഏരിയാസൊക്കെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പൈറൽ റിവേഴ്സ്. കാരണം നമുക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും ആ ഏരിയയിൽ. ഇങ്ങനെ നേരെ ഇരിക്കുന്ന യൂണിഫോം ആയിട്ട് ഇരിക്കുന്നതിൽ നമുക്ക് സ്പൈറലും യൂസ് ചെയ്യാം. ഓക്കെ. അല്ലാതെ ഇങ്ങനെ കോണിക്കലായിട്ടുള്ളിടത്ത് റിവേഴ്സ് സ്പൈറൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക, ഇതുപോലെ. പിന്നെ സർക്കുലർ ടേൺസ് ആണെങ്കിൽ, സർക്കുലർ ടേൺസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാൻഡേജസ് ചുറ്റി തുടങ്ങുമ്പോൾ തന്നെ രണ്ട് സാധനം ഒരേ സ്ഥലത്ത് തന്നെ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി എടുക്കത്തില്ല. അതാണ് സർക്കുലർ ടേൺസ്. സോ വാട്ട് വാസ് ദി ക്വസ്റ്റ്യൻ? ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ ബോഡിയിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന റെക്കറൻറ്റ് ടേൺസ് ആണ്, വിച്ച് ആർ ഇറഗുലർ ഷേപ്ഡ് ബോഡി പാർട്സിനെ കവർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ, ഹൗ മച്ച് ഈസ് ദി മാക്സിമം എമൗണ്ട് ദാറ്റ് എ നഴ്സ് ഷുഡ് അഡ്മിനിസ്റ്റർ the formulation with dextrose through peripheral vein while giving parenteral nutrition? അപ്പോൾ പാരൻ്റൽ ന്യൂട്രീഷൻ പെരിഫറൽ വെയിനിൽ എത്ര ഡെക്സ്ട്രോസ് ഫോർമുലേഷൻ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? 5, 10, 15, 20, 10% ആണ്. നമ്മളിപ്പോൾ പാരൻ്റൽ ന്യൂട്രീഷൻ പെരിഫറൽ വെയിൻ വഴി കൊടുക്കുമ്പോൾ മാക്സിമം സേഫ് കോൺസെൻട്രേഷൻ ഇസ് ഓൺലി 10% ഡെക്സ്ട്രോസ്. ഓക്കെ. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പെരിഫറൽ വെസൽസ് ചെറുതല്ലേ, അതിന് ഇറിറ്റേഷൻ ഉണ്ടായി അത് ഡാമേജ്ഡ് ആവാം, ഫ്ലെബൈറ്റിസ്, ത്രോംബോസിസ്, ഇതിൻ്റെയൊക്കെ റിസ്ക് കൂടുതലാണ്. സോ കോൺസെൻട്രേഷൻസ് എബവ് 10% ആണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? സെൻട്രൽ വീനസ് കത്തീറ്റർ വഴി കൊടുക്കും. ഓക്കെ. 5 ഇസ് സേഫ്, 10 ഇസ് ദ മാക്സിമം ലിമിറ്റ്, 15, 20 ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ലൈൻ. ഓക്കെ. അപ്പോൾ പെരിഫറൽ പാരൻ്റൽ ന്യൂട്രീഷൻ എപ്പോഴും ഒരു ഷോർട്ട് ടേം ന്യൂട്രീഷണൽ സപ്പോർട്ടിനാണ് കൊടുക്കുക നമ്മൾ. സോ കീപ് ഇറ്റ് ലെസ് ദാൻ 10 ടു അവോയ്ഡ് വെയിൻ ഇറിറ്റേഷൻ. ലോങ്ങർ ആണ് ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് അമംഗ് ദ ഫോളോയിങ് വൈറ്റമിൻ ഷുഡ് എ നഴ്സ് റെസ്ട്രിക്റ്റ് ഫോർ എ പേഷ്യൻറ്റ് ഹു ഈസ് അഡ്വൈസ് ടു അണ്ടർഗോ ഹീമോക്കൾട്ട് ടെസ്റ്റ്? ഹീമോക്കൾട്ട് ടെസ്റ്റിൽ ഷെഡ്യൂളിലിട്ടുള്ള പേഷ്യൻറ്റ് നമ്മൾ ഏത് വൈറ്റമിൻ കഴിക്കരുതെന്ന് പറയണം. വൈറ്റമിൻ എ, കെ, സി, ഡി. ഹീമോക്കൾട്ട് ടെസ്റ്റ്, ഗോയാക് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുമല്ലോ. എന്തിനാണ് അത് ചെയ്യുന്നത്? ബ്ലഡിലുള്ള സ്റ്റൂൾസിലുള്ള ഹിഡൻ ബ്ലഡിൻ്റെ പ്രസൻസ് ചെക്ക് ചെയ്യാനാണ് ഈ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഗോയാക് ടെസ്റ്റ് എന്നും അതിന് പറയും. നമ്മളവിടെ വൈറ്റമിൻ സി കൊടുക്കരുത്, കാരണം അത് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട്സ് തരും. ബിക്കോസ് ഇറ്റ് വിൽ interfere with the oxidation process that is required to detect the presence of
ബ്ലഡ്. സോ ബ്ലഡ് ഉണ്ടെങ്കിൽ അതില്ല എന്ന് പറയും. വൈറ്റമിൻ സി കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ഗോയാക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹീമോക്കോൾട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവിന് പകരം നെഗറ്റീവ് റിസൾട്ട് കിട്ടും. യഥാർത്ഥത്തിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബ്ലഡ് ഇല്ല എന്നുള്ള റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട്. ബിക്കോസ് ഈ വൈറ്റമിൻ സി ഇൻ്റർഫിയർ ചെയ്യും ഈ ഓക്സിഡേഷൻ പ്രോസസ്സിൽ, which is required to detect the presence of blood. വൈറ്റമിൻ എക്ക് ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നതല്ല. സോ വൈറ്റമിൻ സി കൂടാതെ റെഡ് മീറ്റ്, NSAIDs, അയൺ സപ്ലിമെൻറ്റ്സ് ഇതൊക്കെയും 72 hours മുന്നേ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയണം. ഓക്കെ, അപ്പം നോട്ട് ഓൺലി വൈറ്റമിൻ സി, വാട്ട് അതർ തിങ്സ് യു ഹാവ് ടു റെസ്ട്രിക്ട്? റെഡ് മീറ്റ്, NSAIDs, അയൺ സപ്ലിമെൻറ്റ്സ്, ആൻഡ് ദാറ്റ് ടു 72 hours ബിഫോർ ദ ഹീമോക്കോൾട്ട് ടെസ്റ്റ്. Next one, when a patient has an eye injury and brought to the ophthalmic hospital, which intervention should not be advised? Again, not be advised. Elevate the head of the bed for 45 degrees, give food and fluids to the patient. If he asks, instruct not to blow the nose, do not apply pressure on the eye. Which should not be advised is giving food and fluids to the patient if he asks. Because eye trauma ullavarku, it is important to withhold food and fluids initially, because നമുക്ക് അറിയത്തില്ല, ചിലപ്പോൾ സർജറിക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉടനെ ഒന്നും അത് കൊടുക്കരുത്. ബിക്കോസ് എംപ്റ്റി സ്റ്റൊമക്ക് ഈസ് നെസസറി ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ. സോ എന്താണ് ഐ ഇഞ്ചുറി ആയിട്ട് വന്നാൽ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ആദ്യം എന്ത് ചെയ്യണം? അവരോട് പറയണം, ഡു നോട്ട് റബ് ദി ഐ, ഡു നോട്ട് റിമൂവ് എനി എംബഡഡ് ഓബ്ജെക്ട്, ഡു നോട്ട് ഗിവ് ഫുഡ് ഓർ ഫ്ലൂയിഡ്സ്, keep the head elevated for 30 to 45 degree. എന്തിനാ? swelling reduce ചെയ്യാൻ. then you have to shield the eye. avoid patching both eyes. രണ്ട് കണ്ണും കൂടി കെട്ടി വെക്കരുത്. shield the eye with a clean cup or affected eye ഒരു ഐ ഷീൽഡ് വെച്ച് കവർ ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് പല ടൈപ്പ് ഓഫ് ഐ ഇഞ്ചുറി ഉണ്ടല്ലേ. ഫോറിൻ ബോഡിയൊക്കെ ആണെങ്കിൽ ഇറിഗേറ്റ് വിത്ത് സലൈൻ, ആൻഡ് ദ ഫോറിൻ ബോഡി ഹാസ് ടു ബി റിമൂവ്ഡ് ഇൻ ലോക്കൽ അനസ്തീഷ്യ. ഇത് ഹോസ്പിറ്റലിലെ മാനേജ്മെൻ്റ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഓൾറെഡി പറഞ്ഞു. ഹോസ്പിറ്റലാണെങ്കിൽ ഫോറിൻ ബോഡിനെ എന്ത് ചെയ്യും? നന്നായി ഇറിഗേറ്റ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോക്കൽ അനസ്തീഷ്യയിൽ അത് പറക്കിയെടുക്കാം. പിന്നെ പെനിട്രേറ്റിംഗ് ഇഞ്ചുറി ആണെങ്കിൽ നെവർ ട്രൈ ടു റിമൂവ് ദി ഓബ്ജെക്ട്, സർജിക്കലി തന്നെ അത് മാറ്റണം. കെമിക്കൽ ബേൺ ആണെങ്കിൽ ധാരാളം വെള്ളം വെച്ച് കഴുകുക, അല്ലെങ്കിൽ നോർമൽ സെല്ലിൽ വെച്ച് കഴുകുക, അരമണിക്കൂർ കഴുകിക്കൊണ്ടേയിരിക്കുക. ബ്ലഡ് ട്രോമ എന്ന് വെച്ചാൽ ഫുട്ബോളൊക്കെ കണ്ണി വന്ന് അടിച്ചു കഴിഞ്ഞാൽ കോൾഡ് കോംപ്രസ് കൊടുക്കുക, പെയിൻ കൺട്രോൾ വേണം. പിന്നെ CT എടുക്കണം. എന്തിനാ? എന്തെങ്കിലും ഓർബിറ്റൽ ഫ്രാക്ചർ ഉണ്ടോ എന്നറിയാൻ. ഹൈഫേമിയ ആണെങ്കിലോ ആൻറ്റീരിയർ ചേംബറിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മൾ ബെഡ് റെസ്റ്റും തലയൊക്കെ പൊക്കി വയ്ക്കുക 30 ഡിഗ്രി. അവോയ്ഡ് NSAIDs ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഇസ് റിക്വയർഡ്. കോർണിയൽ അബ്രേഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് ഐ ഡ്രോപ്പും കൊടുത്ത് അല്ലെങ്കിൽ ഓയിൻമെൻറ്റും ആവും, എന്നിട്ട് കണ്ണിന് കെട്ടി അങ്ങോട്ട് വയ്ക്കുക. അവോയ്ഡ് കോണ്ടാക്ട് ലെൻസ്. ലിറ്റിൽ ലാസറേഷൻ ആണെങ്കിലോ കണ്ണിൻ്റെ പോളയെല്ലാം കട്ടായിട്ടുണ്ടെങ്കിൽ ആ വൂണ്ടിനെ നന്നായി ഹീൽ ചെയ്ത് സ്യൂച്ചർ ചെയ്യുക, എന്നിട്ടൊരു TTയും കൂടെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫോറിൻ ബോഡിയുടെ മാനേജ്മെൻറ്റ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റബ്ബിങ്, ടച്ചിങ്, പ്രസ്സിങ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മൂക്ക് ചീറ്റരുതെന്ന് പറയണം. കാരണം ഓർബിറ്റൽ ഫ്രാക്ചർ ഉണ്ടോ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിയിട്ട് CSF ലീക്കേജ് അങ്ങനെയൊക്കെ വരാം. സോ ഡു നോട്ട് ബ്ലോ ദ നോസ്. സോ ദാറ്റ്സ് ഇറ്റ്.